പ്രിയ സഹോദരങ്ങളെ, നാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പിതാവായ ചാവറപ്പിതാവിനോട് ചേർന്നിരുന്നു കൊണ്ട് നമ്മുടെ സഭയെക്കുറിച്ച്, പിതാവിനുള്ള സ്വപ്നങ്ങളെ, ദർശനങ്ങളെ, നമ്മളെക്കുറിച്ച് പിതാവിൻ്റെ സ്വപ്നങ്ങളെ, ദർശനങ്ങളെ നാം ശ്രവിക്കുകയായിരുന്നു. നമ്മുടെ സമർപ്പണ ജീവിതത്തിൻ്റെ എല്ലാ മാനങ്ങളെയും സ്പർശിക്കുന്ന കാര്യങ്ങളാണ് പിതാവ് ദിവസങ്ങളിൽ പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുക. എത്രമാത്രം അത് നമ്മളെ സ്പർശിക്കുന്നു, അതെത്രമാത്രം നമ്മളെ സ്വാധീനിക്കുന്നു എന്നത് നമ്മെ ഓരോരുത്തരെയും ആശ്രയിച്ചാണിരിക്കുക. സഭാമാതാവ് നൽകുന്ന ഈ അനുഗ്രഹമായ സ്നേഹവിരുന്നിനോട് ചേർന്നിരുന്നു കൊണ്ട് ഇന്നത്തെ ദിനത്തിൽ കുമ്പസാരമെന്ന കൂദാശയിലൂടെ അവിടെ നമ്മിലേക്ക് ഒഴുക്കുവാനിരിക്കുന്ന അനന്തകോടി നന്മകളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് പിതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അബാ പിതാവേ, അനുതാപാദ്രമായ ഹൃദയം എനിക്ക് തരണമേ എന്ന്, പശ്ചാത്താപ വിവശമായ ഒരു ഹൃദയം എനിക്ക് തരണമേ എന്ന്, എന്നെ തന്നെ കണ്ടെത്തുവാൻ എന്നെ സഹായിക്കണമേ എന്ന്. അതിന് നമ്മെ സഹായിക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവിനെ നമുക്കൊന്നു ചേർന്ന് വിളിച്ചപേക്ഷിക്കാം. നാം ഇന്ന് ക്രൂശിത ധ്യാനത്തിലേക്കാണ് പ്രവേശിക്കുക. ചാവറപ്പിതാവിനോട് ചേർന്നിരുന്നു കൊണ്ട് അവിടെ നമ്മൾ ക്രൂശിതനായ ഈശോയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ വെറുതെ ഇരുന്ന് കൊടുത്താൽ പോരാ. കർത്താവിൻ്റെ തിരുമുറിവുകളിലേക്ക് നാം ഒന്നൊന്നായി നോക്കുന്നു. ചാവറപ്പിതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് പിതാവിൻ്റെ ധ്യാന വിചിന്തനങ്ങളെ നാം ശ്രവിക്കുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതങ്ങളെ നാം വിചിന്തനം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈശോ എന്നോട് എന്താണ് സംസാരിക്കുന്നത് എന്ന് ശ്രവിക്കാൻ നാം ശ്രമിക്കുന്നു. തത്ഫലമായി നമ്മുടെ ജീവിതത്തിൽ എന്ത് നവീകരണമാണ് നടത്തേണ്ടതെന്ന് നാം തന്നെ പ്രതിജ്ഞയെടുക്കുന്നു. നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം, പ്രാർത്ഥിക്കാം, ഒന്ന് ചേർന്ന് പാടാം. പരിശുദ്ധാത്മാവേ, നീയേഴും നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. ഒന്ന് ചേർന്ന് ഉറക്കെ പാടാം. പരിശുദ്ധാത്മാവേ, നീയേഴും നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ, ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. സകല വിശുദ്ധരോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പിതാവായ ചാവറപ്പിതാവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, അമ്മയോടൊപ്പം കാൽവരി വിരിമാറിൽ ആ തിരുക്കുരിശിനോട് ചേർന്ന് നിൽക്കുവാൻ എന്നെയും അനുവദിക്കണമേ. കുരിശിൽ പിടയുമ സ്നേഹത്തിൻ മുൻപിൽ കണ്ണുനീർധാരയായി നിൽക്കുന്നു ഞാൻ. നനവാർന്ന മിഴികളും മുറിവാർന്ന മനസ്സുമായി വ്യാകുലയാം മാതാവെന്ന പോലെ കുരിശിൽ പിടയുമ
സ്നേഹത്തിൻ മുൻപിൽ കണ്ണുനീർധാരയായി നിൽക്കുന്നു ഞാൻ. നനവാർന്ന മിഴികളും മുറിവാർന്ന മനസ്സുമായി വ്യാകുലയാം മാതാവെന്ന പോലെ കുരിശിൽ പിടയും സ്നേഹത്തിൻ മുൻപിൽ. അപ്പാ പിതാവേ, അങ്ങയുടെ ഭവനത്തിൽ എത്ര ആമോദത്തോടെയാണ് ഞാൻ കഴിഞ്ഞത്. എനിക്കവിടെ ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അങ്ങയുടെ ആയിട്ടുള്ളതെല്ലാം എൻ്റേതായിരുന്നു. ആരും എന്നെ ചോദ്യം ചെയ്യുമായിരുന്നില്ല. അത്രമാത്രം സ്വാതന്ത്ര്യം ഞാൻ അനുഭവിച്ചു. ഈ നല്ല പിതാവിനെ വിട്ടാണ് ഞാൻ പാപത്തിൻ്റെ ചെളിക്കുഴിയിൽ ചെന്ന് പെട്ടത്. എൻ്റേതായ തന്നിഷ്ടങ്ങൾ മൂലം. അവിടുത്തെ എൻ്റെ പിതാവായി പോലും പരിഗണിക്കാതെ ഞാൻ എന്തോ ആയി, എനിക്കെല്ലാം സാധിക്കും എന്നുള്ള അഹങ്കാര ചിന്തകൾ എന്നെ മതിച്ചപ്പോൾ എനിക്ക് തന്ന ഈ അമൂല്യദാനമായ സമർപ്പിത ജീവിതത്തിൻ്റെ സമ്പന്നതകളെ ഞാൻ അവജ്ഞയോടെ കണ്ടു. ഇതൊക്കെ എൻ്റെ എന്തോ മിടുക്ക് കൊണ്ടാണ് എനിക്ക് ലഭിച്ചതെന്ന് ഞാൻ അറിയാതെ ഓർത്തുപോയി. ഓ അപ്പാ, എല്ലാം കളഞ്ഞു കുളിച്ച ധൂർത്തപുത്രനാണ് ഞാൻ. എനിക്ക് നഷ്ടപ്പെട്ട സൗന്ദര്യം എനിക്ക് വേണം. എനിക്ക് നഷ്ടപ്പെട്ട ആത്മാവിൻ്റെ സൗരഭ്യം എനിക്ക് വേണം. അഭിഷേകം എനിക്ക് വേണം. എൻ്റെ മനോഗുണമുള്ള അപ്പ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ മേ കരുണയായിരിക്കണമേ. ഞാനൊരു അഭിഷേകമാകട്ടെ അപ്പ. എനിക്ക് അവിടുത്തെ പ്രാർത്ഥിക്കുവാൻ പോലും യോഗ്യതയില്ല. അത്രമാത്രം ഞാൻ അവിടുത്തെ വേദനിപ്പിച്ചിട്ടുണ്ട്. എന്നോട് കരുണയായിരിക്കണമേ. ഇതാ ആ തിരുക്കുരിശിൻ്റെ താഴെ ഞാൻ സാഷ്ടാംഗം പ്രണമിക്കട്ടെ. അവിടുത്തെ നോക്കുവാൻ പോലും എനിക്ക് യോഗ്യതയില്ല. അത്രമാത്രം പാപിയാണ് ഞാൻ. എങ്കിലും എൻ്റെ അപ്പ, ഞാൻ അവിടുത്തെ കാൽപാദങ്ങളിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ അപ്പ, എൻ്റെ സ്നേഹനിധിയായ അപ്പ, എൻ്റെ എല്ലാമായ അപ്പ, ഒരിക്കലും എന്നെ വേദനിക്കാൻ കഴിയാത്ത ഹൃദയമുള്ള എൻ്റെ അപ്പ, അവിടുത്തെ മകനെന്ന് വിളിക്കാൻ എനിക്ക് യോഗ്യതയില്ല. അവിടുത്തേക്കെതിരായും സ്വർഗത്തിനെതിരായി ഞാൻ പാപം ചെയ്തു പോയി. അവിടുത്തെ ദാസരിൽ ഒരുവളായി എന്നെ നീ സ്വീകരിക്കണമേ. കുരിശിൻ ചുവട്ടിൽ കിടന്നുകൊണ്ട് ക്രൂശിതനെ ധ്യാനിച്ച് തൻ്റെ പാപാവസ്ഥകളെ ഏറ്റുപറഞ്ഞ് കണ്ണീരൊഴുക്കി വിലപിക്കുന്ന ചാവറപ്പിതാവിനോട് ചേർന്ന മക്കളായ നമുക്കും ആ കുരിശിൻ ചുവട്ടിൽ സാഷ്ടാംഗം പ്രണമിക്കാം സഹോദരങ്ങളെ. അപ്പൻ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ. ഈ ഒരു ധ്യാനം നമുക്കൊരു അഭിഷേകമാകട്ടെ, അനുഗ്രഹമാകട്ടെ. നമ്മുടെ കണ്ണുകളെ ഈറനണിയിക്കട്ടെ. നമ്മുടെ ഹൃദയങ്ങളെ
സ്പർശിക്കട്ടെ, തരളിതമാക്കട്ടെ. നമ്മുടെ ജീവിതങ്ങൾ അഭിഷേകപൂർണ്ണമാകട്ടെ. നമുക്കൊരുമിച്ച് ഈ കുരിശിൻ ചുവട്ടിലേക്ക് പ്രണമിക്കാം, സാഷ്ടാംഗം പ്രണമിക്കാം. ഞാൻ മുഖമുയർത്തി നോക്കിയപ്പോൾ ഞാൻ കണ്ടത് എനിക്ക് വേണ്ടി ആണികളാൽ തുളയ്ക്കപ്പെട്ട് രക്തം വാർന്നൊഴുകുന്ന ഉണങ്ങാത്ത തൃപ്പാദങ്ങളെയാണ്. എൻ്റെ അപ്പ, ഈ കാഴ്ച കണ്ട് എൻ്റെ ഹൃദയം വേദന കൊണ്ട് നിറയുന്നു. പാപിയായ എന്നെ തേടിയാണല്ലോ സ്വർഗസൗഭാഗ്യങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് അവിടുന്ന് മന്യതിൽ അവതരിച്ചത്. 99 നല്ല ആടുകളെ ഉപേക്ഷിച്ചുകൊണ്ട് അങ്ങയെ ഉപേക്ഷിച്ച് നടന്നു നീങ്ങിയ എൻ്റെ പിന്നാലെ അവിടുന്ന് വന്നു. അവിടുത്തെ ആബാ പിതാവിൻ്റെ മടിയിൽ നിന്നിറങ്ങി എന്നെ രക്ഷിക്കുവാനായിട്ട്. അയ്യോ അപ്പ, യെശയ്യാ പ്രവാചകൻ അരുളിച്ചെയ്യുകയുണ്ടായല്ലോ, സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്രയോ സുന്ദരമാണെന്ന്. അതെ, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷവുമായി എൻ്റെ അപ്പൻ യൂദയായാലും ഗലീലയായാലും സമറിയായാലും ദശഗ്രാമങ്ങളിലും ചുറ്റി നടന്നു എന്നെ സ്വർഗീയ ഗേഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ. നന്ദിയില്ലാത്ത എന്നെ അന്വേഷിച്ച് മഞ്ഞിലും വെയിലിലും കാട്ടിലും മേട്ടിലും മഴയിലും കരയിലും കടലിലും ചുറ്റി നടന്ന എൻ്റെ രക്ഷിതാവിൻ്റെ തൃക്കാലുകളെ ഞാൻ കാണുന്നു, തൃപ്പാദങ്ങളെ ഞാൻ കാണുന്നു. എൻ്റെ പാപങ്ങളാണ് ഈ തൃപ്പാദങ്ങളെ എന്ന് ബന്ധിച്ചിരിക്കുന്നത്. എൻ്റെ പാപങ്ങളുടെ മുനയാണ് ഈ തൃപ്പാദങ്ങളിൽ പതിഞ്ഞിരിക്കുന്ന മുൾമുനകൾ. എൻ്റെ സൃഷ്ടിതാവേ, എൻ്റെ അപ്പ, ഗാഗുൽത്ത മലയിലേക്കുള്ള കൂർത്തു മൂർച്ഛിച്ച കടുത്ത പാറകളിൽ ചവിട്ടി നടന്ന നിന്റെ തൃപ്പാദങ്ങളെയും ഞാൻ കണ്ടിരുന്നിട്ടും നിനക്ക് വിരോധമായി ഞാൻ എൻ്റെ കാലുകളെ തേടി. എൻ്റെ കാലുകളെ ഞാൻ പാപത്തിൻ്റെ ചെളിക്കുണ്ടുകളിലേക്ക് ആനയിച്ചു. തന്നിഷ്ടത്തിൻ്റെ പിറകെ ഞാൻ പാഞ്ഞു. മറ്റുള്ളവർക്ക് അനുഗ്രഹമാകേണ്ട എൻ്റെ തൃപ്പാദങ്ങളെ പാപത്തിൻ്റെ ചെളിക്കുണ്ടുകളിലേക്ക് ആനയിച്ചത് എന്നിലെ അഹങ്കാരമാണ് പിതാവേ. അങ്ങയുടെ തൃപ്പാദങ്ങളിൽ പതിഞ്ഞിരിക്കുന്ന തറച്ചിരിക്കുന്ന ഈ ആണികൾ ഇളകുമ്പോഴുണ്ടാകുന്ന വേദന എത്രയോ അസഹ്യമാണ്. ഓ എൻ്റെ അപ്പ, വിശുദ്ധിയുടെ പാതയിലൂടെ ചരിച്ചുകൊണ്ട് അങ്ങേ ഇനിയും സങ്കടപ്പെടുത്താതെ വിശുദ്ധമായൊരു ജീവിതം നയിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ തൃപ്പാദങ്ങളെ അങ്ങയുടെ തൃപ്പാദങ്ങളിലേക്ക് എൻ്റെ ജീവിതത്തെ ഞാൻ ചേർത്ത് വയ്ക്കുന്നു. പ്രിയ അപ്പ, എനിക്ക് വേണ്ടി ആണികളാൽ തുളയ്ക്കപ്പെട്ട ഉണങ്ങാതെ ആയിരിക്കുന്ന ഈ തൃപ്പാദങ്ങളിൽ ഞാൻ സാഷ്ടാംഗം പ്രണമിക്കുന്നു. എൻ്റെ മേൽ കരുണയായിരിക്കണമേ. തിരുവിലാവിൽ
തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണ എന്നെ എൻ്റെ പൊന്നു കർത്താവേ. അപ്പൻ്റെ തൃപ്പാദങ്ങളിൽ നിന്നും കുറച്ചുകൂടി മുകളിലേക്ക് ഞാൻ എൻ്റെ കണ്ണുകൾ ഉയർത്തി. അപ്പോൾ ഞാൻ കണ്ടത് ചുടുനിണം ഒഴുകി വരുന്ന തിരുമുട്ടുകളെയാണ്. ആ കഷ്ടം, അവ തല്ലി തകർക്കപ്പെട്ടിരിക്കുന്നു. ഗാഗുൽത്താമളിലേക്കുള്ള നിൻ്റെ യാത്രയിൽ പലപ്പോഴും നീ കുരിശുമായി മുട്ടുകുത്തി വീണു. നേർമയുള്ള നിൻ്റെ കാൽമുട്ടിലുള്ള തിരുച്ചർമ്മങ്ങൾ മണ്ണിൽ പതിച്ചപ്പോൾ അവിടെ നിന്ന് രക്തം വാർന്നൊഴുകി. പടയാളികൾ നിന്നെ ചാട്ടവാറുകൊണ്ട് അടിച്ചുകൊണ്ട് എഴുന്നേൽക്കുവാൻ പറഞ്ഞു. വേദനയോടെ നീ എഴുന്നേറ്റു. എനിക്ക് വേണ്ടി നീ വീണ്ടും കുരിശു വഹിച്ചു. കാൽമുട്ടുകളിലെ വേദന നീ പരിഗണിച്ചില്ല. നീ എന്നെയാണ് ഓർത്തത്. അപ്പാ, എൻ്റെ പ്രതിജ്ഞകളെ ലംഘിച്ച നിമിഷങ്ങളെ ഓർത്ത് ഞാൻ പശ്ചാത്തപിക്കുന്നു. എത്രയോ പ്രാവശ്യം ഞാൻ അങ്ങയോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങയെ വേദനിപ്പിക്കില്ല, വിശുദ്ധമായ ജീവിതം ഞാൻ നയിച്ചു കൊള്ളാമെന്ന്. പ്രിയപ്പെട്ട അപ്പ, എൻ്റെ പാപങ്ങളെന്നോട് പൊറുക്കണമേ. അങ്ങയുടെ തിരുമുട്ടുകൾ തല്ലിത്തകർത്ത ഈ പാപിയോട് ക്ഷമിക്കണമേ എന്ന് ഞാൻ അങ്ങയോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇനിയും വിശുദ്ധമായ ജീവിതം നയിക്കുവാനുള്ള ശക്തമായ അഭിഷേകം എനിക്ക് തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ധ്യാന ദിവസങ്ങളിൽ അവിടുത്തെ ഒരു പ്രകാശത്തിൻ്റെ ഒരു കിരണമെങ്കിലും എന്നിൽ പതിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജീവിതപാതയിൽ തളർന്നു വീഴാതെ അവിടുത്തെ കുരിശും വഹിച്ചുകൊണ്ട് മുന്നേറുവാൻ എന്നെ അനുവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തിരുവിലാവിൽ നിന്നുമൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണം എന്നെ എൻ്റെ പൊന്നു കർത്താവേ. വീണ്ടും ഞാൻ അല്പം കൂടി മുകളിലേക്ക് മുഖമുയർത്തി നോക്കിയപ്പോൾ അപ്പൻ്റെ തിരുദേഹമാണ് ഞാൻ കണ്ടത്. ചാട്ടവാർ അടികളാൽ തകർക്കപ്പെട്ട ശരീരം, എവിടെയും മുറിവുകളാൽ ചതയപ്പെട്ട, തിരുനിണം വാർന്നൊഴുകിയ, തിരുരക്തം കട്ടപിടിച്ച് കിടക്കുന്ന ശരീരം. യെശയ്യാ പ്രവചിച്ച സഹനദാസൻ്റെ രൂപമാണല്ലോ ഇത്. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവൻ്റെ മേൽ ചുമത്തി. അതെ, എൻ്റെ അതിക്രമങ്ങൾക്കും അകൃത്യങ്ങൾക്കും വേണ്ടിയാണ് അപ്പൻ്റെ തിരുദേഹം കീറിമുറിക്കപ്പെട്ടത്. അതെ, ആ കൊടും ക്രൂരത ചെയ്തത് ഞാൻ തന്നെയാണ്. ഈ മഹാപാപിയായ ഞാൻ തന്നെയാണ്. അപ്പ, നന്ദിഹീനയായ എന്നോട് പൊറുക്കണമേ. നന്ദിഹീനയായ എന്നോടങ്ങ് പൊറുക്കണമേ. സർവാംഗം മുറിവുകളാൽ നിറഞ്ഞ
അവിടുത്തെ തിരുമേനി ഞാൻ കാണുമ്പോൾ എൻ്റെ അപ്പന് ഞാൻ കൊടുത്ത സമ്മാനം ഇതാണല്ലോ എന്നോർത്ത് എൻ്റെ ചങ്കു വേദനിക്കട്ടെ. ഓ എൻ്റെ അപ്പ, എൻ്റെ ചെറുതും വലുതുമായ അലസതകൾ, എൻ്റേതായ സ്വാർത്ഥ താല്പര്യങ്ങൾ, എൻ്റേതായ കണക്കുകൂട്ടലുകൾ, ഇവയൊന്നുമല്ലല്ലോ എൻ്റെ സമർപ്പണ ജീവിതത്തിൻ്റെ ആധാരം. അങ്ങേക്ക് വേണ്ടി നൈവേദ്യമായി തീരുവാനാണ് ഞാൻ വന്നത്. പക്ഷേ ഞാൻ അറിയുന്നു, എന്നിലെ പാളിച്ചകൾ, എന്നിലെ കുറവുകൾ, അഭിഷേകത്തിൻ്റെ കുറവുകൾ, അനുഗ്രഹത്തിൻ്റെ കുറവുകൾ. അതേ അപ്പ, അവിടുത്തെ വരപ്രസാദമാകുന്ന വസ്ത്രം കൊണ്ട് എൻ്റെ ശരീരത്തെ നിമിഷം അങ്ങ് പൊതിയണമേ. വ്യാകുല മാതാവിനോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്നെ നീ പൊതിയണമേ. അതേ അപ്പ, നിനക്കേൽപ്പിച്ച ഈ മഹാദുഃഖം എൻ്റെ ഹൃദയത്തിൽ പേറിക്കൊണ്ട് അപ്പൻ്റെ തിരുമേനിയെ ഞാൻ പ്രണമിക്കുന്നു. എൻ്റെ മേൽ കരുണയായിരിക്കണമേ, അനുഗ്രഹിക്കണമേ അപ്പ. അണുതാപാദ്രമായ ഹൃദയം എനിക്ക് തരണമേ അപ്പ. തിരുവിലാവിൽ നിന്നുമൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണം എന്നെ എൻ്റെ പൊന്നു കർത്താവേ. വീണ്ടും മുഖമുയർത്തി നോക്കിയപ്പോൾ ഞാൻ കണ്ടത് എൻ്റെ അപ്പൻ്റെ തിരുത്തോളുകളെയാണ്. വാത്സല്യത്തോടെ എന്നെ ചുമലിലേറ്റിയ എൻ്റെ അപ്പൻ്റെ തിരുത്തോളുകൾ. ആ തിരുത്തോളിലെ ഭാരമേറിയ കുരിശ് ചുമന്നത് വഴിയായിട്ട് അവിടുത്തെ മാംസങ്ങളൊക്കെയും ഞെരിഞ്ഞമർന്ന് തിരുത്തോളുകൾ തകർന്നടഞ്ഞിരിക്കുന്നു, രക്തമൊഴുകിക്കൊണ്ടിരിക്കുന്നു. സഹിക്കാനാവാത്ത വേദനയാണ്. ഇതാ എൻ്റെ അപ്പൻ എന്നോട് സംസാരിക്കുന്നു, മക്കളെ, നിങ്ങളെ സ്വർഗത്തിലേക്ക് സംവഹിക്കുവാൻ വേണ്ടിയാണ് നിനക്ക് വേണ്ടി ഈ കുരിശ് ഞാൻ വഹിച്ചത്. അതിൻ്റെ ഭാരം എനിക്ക് വഹിക്കാൻ പറ്റാത്തതായിരുന്നു. ഞാൻ വേച്ച് വീണതിൻ്റെ കാരണം എൻ്റെ ചുമലിൽ ഞാൻ വഹിച്ച പാപത്തിൻ്റെ പാപഭാരമാണ് മകളെ. എന്നെ സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ടു പോകാനാണല്ലോ എൻ്റെ അപ്പൻ ഈ തിരുത്തോളിൽ ഈ ഭാരമേറിയ കുരിശ് വഹിച്ചത്. എൻ്റെ അപ്പ, പ്രിയപ്പെട്ട അപ്പ, നീ എൻ്റെ മേൽ വച്ച സ്നേഹത്തെ പ്രതിയാണല്ലോ ഈ സഹനം നീ ഏറ്റെടുത്തത്. നമുക്ക് ഏറ്റു പറയാം, അതെ, എൻ്റെ പാപം തന്നെയാണ്. എൻ്റെ അപ്പ, എന്നോട് കരുണയായിരിക്കണമേ. പാപത്തിൻ്റെ നുകം കൊണ്ട് ഇനിയും അങ്ങയെ ക്ലേശിപ്പിക്കുവാൻ എന്നെ അനുവദിക്കരുതേ. എനിക്കിടയാവാതിരിക്കട്ടെ. തിരുവിലാവിൽ നിന്നുമൊഴുകും തിരുച്ചോര തുള്ളിയാൽ കഴുകേണം എന്നെ എൻ്റെ പൊന്നു കർത്താവേ. എൻ്റെ പ്രിയ അപ്പ,
വീണ്ടും കണ്ണുകളുയർത്തി ഞാൻ നോക്കിയപ്പോഴേ കണ്ടത് കുരിശിനോട് ചേർത്ത് വെച്ച് തറയ്ക്കപ്പെട്ട അവിടുത്തെ കൈകളെയാണ്. ഒരു കള്ളനെ പോലെ അപ്പൻ്റെ കരങ്ങൾ ഞാൻ ബന്ധിച്ചു. കുരിശിനോട് ചേർത്ത് വെച്ച് ഞാൻ തറച്ചു. ആ തിരുക്കൈകളിലെ നാടിഞരമ്പുകളെ ഞാൻ മുറിച്ചു. പ്രിയപ്പെട്ട അപ്പ, എന്നോട് ക്ഷമിക്കണമേ. ഈ തിരുക്കരങ്ങളാണല്ലോ എന്നെ സൃഷ്ടിച്ചത്. എന്നെ സൃഷ്ടിക്കുക മാത്രമല്ല അപ്പ അങ്ങ് ചെയ്തത്, എന്നെ തീറ്റിപ്പോറ്റുന്നതും ആ കൈകൾ കൊണ്ട് തന്നെയാണ്. എൻ്റെ അപ്പൻ എനിക്കും 2 കരങ്ങൾ തന്നിട്ടുണ്ട്. അങ്ങയെപ്പോലെ മറ്റുള്ളവർക്ക് ജീവനേകുവാൻ, അനുഗ്രഹമേകുവാൻ, അവരെ തീറ്റിപ്പോറ്റുവാൻ, അഭിഷേകമേകുവാൻ, ആശ്വസിപ്പിക്കുവാൻ. പക്ഷേ ഈ കൈകൾ കൊണ്ട് പാപകൃത്യങ്ങൾ ചെയ്ത് ഞാനത് മലിനമാക്കി. ആ കൈകൾ കൊണ്ടാണ് ഞാൻ അങ്ങയെ കുരിശിൽ തറച്ചത്. അപ്പാ, ഈ പാപിയായി എന്നോട് പൊറുക്കണമേ. കണ്ണീരൊഴുക്കിക്കൊണ്ട് നമുക്കവിടുത്തെ തൃക്കരങ്ങളെ ചുംബിക്കാം, സാഷ്ടാംഗം പ്രണമിക്കാം, പ്രാർത്ഥിക്കാം. എന്നെ കഴുകണമേ, എന്നെ കഴുകണമേ, തിരക്തത്താൽ എന്നെ കഴുകണമേ. തിരുവിലാവിൽ നിന്നുമൊഴുകും തിരുച്ചോര തുള്ളിയാൽ കഴുകേണം എന്നെ എൻ്റെ പൊന്നു കർത്താവേ. എൻ്റെ അനുഗ്രഹമുള്ള അപ്പ, വീണ്ടും ഞാൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ കണ്ടത് അവിടുത്തെ ദിവ്യവദനങ്ങളാണ്. എൻ്റെ അനുഗ്രഹമുള്ള അപ്പ, ഞാൻ എൻ്റെ കണ്ണുകളെ പൊക്കി നിൻ്റെ തിരുമുഖത്തിൽ സൂക്ഷിപ്പാൻ വശമാകുന്നില്ലല്ലോ. സഹനദാസിൻ്റെ മുഖത്തെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ ആലേഖനം ചെയ്ത കാര്യം എത്രയോ വാസ്തവമാണ്. ശ്രദ്ധേയമായ രൂപഭംഗിയോ ഗാംഭീര്യമോ ആകർഷകമായ സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. ഓ എൻ്റെ അപ്പ, അപ്പൻ്റെ വിരവുമായ മുഖം എനിക്ക് എങ്ങനെ കണ്ടു നിൽക്കാനാവും? അങ്ങയുടെ തിരുമുഖം എത്രയോ അഴകുള്ളതും സൃഷ്ടിക്കപ്പെട്ട സകല മുഖങ്ങളിൽ സുന്ദരവും മനുഷ്യമക്കളിൽ അഴകുമുള്ളവനുമെന്ന് എൻ്റെ പിതാവ് ദാവീദ് പാടിയതിനെ ഞങ്ങൾ കേൾക്കുന്നു. അങ്ങയുടെ തിരുമുഖം ധ്യാനിച്ച് എത്രയോ പാപികൾ പ്രകാശിതരായി. അങ്ങയുടെ തിരുമുഖം ധ്യാനിച്ച് എത്രയോ പേർ സൗഖ്യമുള്ളവരായി. എന്നാൽ ഇപ്പോൾ തിരുമുഖത്തെ നോക്കുവാൻ യോഗ്യതയില്ലാതെ എൻ്റെ പാപങ്ങളെ ഓർത്ത് ഞാൻ ലജ്ജിക്കുന്നു. എൻ്റെ അപ്പ, അഴകാർന്നതും കനിവൂർന്നതുമായ തിരുമുഖത്തേക്ക് നോക്കി ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നോട് കരുണയായിരിക്കണമേ. ഇപ്പോൾ ഞാൻ അങ്ങയുടെ തിരുമുഖത്ത് കാണുന്നത് കാരുണ്യത്തിൻ്റെ രൂപഭാവങ്ങളാണ്. പക്ഷേ ഞാൻ അറിയുന്നു, ഒരിക്കൽ എനിക്ക് അങ്ങയുടെ മുമ്പിൽ, അങ്ങേ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കേണ്ടി വരും. അങ്ങ് ന്യായാധിപനായിരിക്കും. അവിടുന്ന് നീതിയോടെ എന്നെ വിധിക്കും. ഓ, എൻ്റെ പാവങ്ങൾ എന്നെ ഭയപ്പെടുത്തുന്നു.
ഈ കനിവിൻ്റെ കാലമല്ലായിരിക്കും അപ്പോൾ. ഈ ദയാദ്രമായ കണ്ണുകളായിരിക്കില്ലേ അപ്പോൾ. വാത്സല്യമൂറുന്ന ഈ കണ്ണുകളിലേക്ക് നോക്കി എൻ്റെ അപ്പ ഞാൻ പ്രാർത്ഥിക്കുന്നു, എൻ്റെ മേൽ കരുണയായിരിക്കണമേ. അപ്പൻ്റെ ഭവനത്തിൽ ആദ്യകാലങ്ങളിൽ വസിച്ചതും അപ്പനോട് ചേർന്നിരുന്ന് ആ മുഖത്തേക്ക് കണ്ണു നട്ടിരുന്ന് ആ സ്നേഹം ആസ്വദിച്ചതും ഞാൻ ഓർക്കുന്നു. എത്ര നേരം ആ കാഴ്ച കണ്ടിരുന്നാലും എനിക്ക് തൃപ്തി വരില്ലായിരുന്നു. പാപത്തിൽ ആണ്ടുകിടന്നപ്പോൾ ആ തിരുമുഖത്തെ ഞാൻ അറിഞ്ഞില്ല. അതേ എൻ്റെ അപ്പ, എൻ്റെ പാപങ്ങളാണ് ഈ തിരുമുഖത്തെ ഇത്രമാത്രം വികൃതമാക്കിയത്. രക്തം കട്ട പിടിച്ച, കരിവാളിച്ച, നീര് വച്ച മുഖം. അപ്പ, അവിടുത്തെ തൃപ്പാദത്തിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്നെ അനുഗ്രഹിക്കണമേ, എന്നോട് കരുണയായിരിക്കണമേ. തിരുവിലാവിൽ നിന്നുമൊഴുകും തിരുചോരത്തുള്ളിയാൽ കഴുകേണം എന്നെ എൻ്റെ പൊന്നു കർത്താവേ. വീണ്ടും എൻ്റെ കണ്ണുകൾ കുറച്ചുകൂടി ഉയർത്തി നോക്കിയപ്പോൾ ഞാൻ കണ്ടത് ആ തിരുക്കവിളുകളാണ്. പടയാളികൾ കോപത്തോടെ അടിച്ച് നീര് വെച്ച് കരിവാളിച്ച് കിടക്കുന്ന ആ തിരുക്കവിളുകൾ നോക്കുക. ആ കർത്താവേ, നിൻ്റെ കവിളിന്മേൽ പതിഞ്ഞിരിക്കുന്ന ആ വിരലുകളുടെ അടയാളവും അതിന് ചുറ്റുമുള്ള കരിവാളിപ്പും ആ വേദനയ്ക്കൊക്കെയും കാരണം ഞാൻ തന്നെയാണ്. അതെ, ഞാൻ തന്നെയാണ് അങ്ങേ അടിച്ചത്, മറ്റാരുമല്ല. മറ്റാരുമാണ് അങ്ങേ അടിച്ചതെങ്കിൽ അങ്ങ് സങ്കടം തോന്നുകയില്ലായിരുന്നു. പക്ഷേ അപ്പ, ഞാനാണ് അവിടുത്തെ അടിച്ചതെന്ന് ഓർക്കുമ്പോൾ അവിടുത്തെ ഹൃദയം എന്തുമാത്രം വേദനിക്കുന്നുണ്ടാവും. ആ തിരുക്കവിളുകൾ കൊണ്ട് അവിടുന്ന് എന്നെ ചുംബിച്ച നിമിഷങ്ങളെ ഞാൻ ഓർക്കുന്നു. എത്രമാത്രം ദുഃഖത്തോടെയും വേദനയോടെയും ഞാൻ അവിടുത്തെ തിരുമുമ്പിലായിരിക്കുമ്പോഴൊക്കെയും അവിടുത്തെ മാറോട് ചേർത്ത് നിർത്തി അവിടുന്ന് എന്നെ ആലിംഗനം ചെയ്തിട്ടുണ്ട്, സമാശ്വസിപ്പിച്ചിട്ടുണ്ട്. ഓ എൻ്റെ അപ്പ, ഇതൊന്നും ഞാൻ ഓർക്കാതെ അവിടുത്തെ പ്രഹരിച്ച വേദനിപ്പിച്ച നിമിഷങ്ങളെ ഓർത്ത് മാപ്പപേക്ഷിക്കുന്നു. എൻ്റെ മേൽ കരുണയായിരിക്കണമേ. തിരുവിലാവിൽ നിന്നുമൊഴുകും തിരുചോര തുള്ളിയാൽ കഴുകേണം എന്നെ എൻ്റെ പൊന്നു കർത്താവേ.
പ്രിയ അപ്പ, എൻ്റെ മനോഗുണമുള്ള അപ്പ, കുറച്ചുകൂടി മുഖമുയർത്തി ഞാൻ അങ്ങയുടെ തിരുച്ചുണ്ടുകളെ ദർശിക്കട്ടെ. നീ മനുഷ്യ മക്കളിൽ എത്ര സുന്ദരൻ! നിൻ്റെ അധരങ്ങളിൽ വചോവിലാസം തുളുമ്പുന്നു എന്ന് ഗായകനായ ദാവീദ് രാജാവ് അപ്പൻ്റെ അധരങ്ങളെ വിശേഷിപ്പിച്ചു. തുണ്ടിപ്പഴം പോൽ ശോഭയുള്ള തിരുച്ചുണ്ടുകൾ. എന്താണ് സംഭവിച്ചത്? കറുത്ത് കരിവാളിച്ച് നീര് വെച്ച് വീർത്ത ആ തിരുവധരങ്ങൾ, ചുണ്ടുകൾ ഒന്ന് നോക്കുക. എൻ്റെ പാപങ്ങളാൽ ഈ വണ്ണം ഈ ചുണ്ടുകളെന്ന് മാറപ്പെട്ടുവെങ്കിൽ ഞാൻ എപ്രകാരമാണ് അവിടുത്തെ സമാശ്വസിപ്പിക്കുക? എപ്രകാരമാണ് ഞാനതിന് പരിഹാരം ചെയ്യുക? ഉത്തമഗീതത്തിൽ അങ്ങയുടെ അധരങ്ങളെ നറും പശദ്രവം ഇറ്റിറ്റ് വീഴുന്ന ലില്ലിപ്പൂക്കളോടാണ് ഉപമിച്ചിരിക്കുന്നത്. അവ ഇന്ന് ഇത്രമാത്രം വിരൂപമായെങ്കിൽ എൻ്റെ അപ്പ, അതിന് കാരണക്കാരി ഞാൻ തന്നെയാണ്. ഈ മഹാപാപി മാത്രമാണ്. എന്നോട് ക്ഷമിക്കണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പശ്ചാത്താപപൂർണമായ ഹൃദയത്തോടെ തിരുസന്നിധിയിൽ നമുക്ക് പ്രണമിക്കാം, പ്രാർത്ഥിക്കാം. കരുണയായിരിക്കണമേ എന്ന്, കരുണയായിരിക്കണമേ എന്ന് കേണപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. ദയാ കരോ ഹേ പ്രഭുവ, മേരാ പാപ ക്ഷമാ കരോ, ക്ഷമാ കരോ ഹേ പ്രഭുവ, മേരാ പാപ ക്ഷമാ കരോ. ഏറ്റുപാടാം. ക്ഷമാ കരോ ഹേ പ്രഭുവ, മേരാ പാപ ക്ഷമാ കരോ, ക്ഷമാ കരോ ഹേ പ്രഭുവ, മേരാ പാപ ക്ഷമാ കരോ, മേരാ പാപ ക്ഷമാ കരോ. എൻ്റെ മനോഗുണമുള്ള അപ്പ, വീണ്ടും കണ്ണുകൾ അല്പം കൂടി ഉയർത്തി ഞാൻ കണ്ടത് ആ തിരുനയനങ്ങളെയാണ്. ഇതാ തലയിൽ നിന്നിറങ്ങി ഇരിക്കുന്ന മുള്ളുകളുടെ മുനകളാലും പല പ്രാവശ്യം പടയാളികൾ കാരുണ്യമില്ലാതെ തലയിൽ അടിച്ചതിനാലും കണ്ണുകൾ ഇന്ന് ചോര നിറമായി മാറിയിരിക്കുന്നു. അയ്യോ, എനിക്ക് കാണാനാവാത്ത വിധം, നോക്കാനാവാത്ത വിധം അത്രമാത്രം വിരൂപമായ കണ്ണുകൾ, നീര് വച്ച് അവിടുത്തെ കണ്ണുകൾ തുറക്കാൻ പോലും ആവാത്ത തരത്തിലായിരിക്കുന്നു. രക്തം കൊണ്ട് അവ പൊതിയപ്പെട്ടിരിക്കുന്നു. വേദന കൊണ്ട് കണ്ണുകൾ വിങ്ങുന്നുണ്ട്. എൻ്റെ അപ്പ, എനിക്കും അവിടുന്ന് കണ്ണുകൾ തന്നു. അവിടുന്ന് സൃഷ്ടിച്ച ഈ സൃഷ്ടപ്രപഞ്ചത്തെ കണ്ടുകൊണ്ട് അവിടുത്തെ വാഴ്ത്തിപ്പാടുവാൻ. പക്ഷേ ഞാനെന്താണ് ചെയ്തത്? അവിടുത്തെ മഹത്വപ്പെടുത്തുന്നതിന് പകരം
എൻ്റെ വ്യർത്ഥമായ എണ്ണമില്ലാത്ത വിലക്കപ്പെട്ട കാഴ്ചകൾക്ക് ഞാൻ അവയെ കാഴ്ചവെച്ചു. തൽഫലമായി എൻ്റെ ആത്മാവിൻ്റെ അന്തരംഗത്തിൽ ഒത്തിരിയേറെ പാപക്കറകളുടെ മായാത്ത മുദ്ര പതിച്ചിരിക്കുന്നു. എൻ്റെ അപ്പ, എൻ്റെ കണ്ണുകളെ വിശുദ്ധീകരിക്കണമേ, എൻ്റെ ആത്മനേത്രങ്ങളെ തുറന്നു തരണമേ, എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. അവിടുന്ന് എനിക്ക് കണ്ണും ചെവിയും തന്നു, അങ്ങയെ കാണുവാൻ, അങ്ങയെ ശ്രവിക്കുവാൻ, സഹോദരങ്ങളെ കാണുവാൻ, അവരെ ശ്രവിക്കുവാൻ, അവരെ ആശ്വസിപ്പിക്കുവാൻ, അനുഗ്രഹമാകുവാൻ. എൻ്റെ അപ്പ, അങ്ങെനിക്ക് തന്ന കണ്ണുകളും കർണങ്ങളും ഞാൻ വേണ്ട വിധം അടക്കത്തോടെ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ അപ്പൻ്റെ കണ്ണുകളിലെ ആഴ്ന്നിറങ്ങിയ മൂർച്ചയേറിയ മുള്ളുകൾ ഇത്രയധികം വേദന അവിടത്തേക്ക് തരില്ലായിരുന്നു. പക്ഷേ ഞാൻ അവയെ അടക്കി ഭരിച്ചില്ല. എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഞാൻ അവയെ വിട്ടുകൊടുത്തു. എൻ്റെ മനോഗുണമുള്ള അപ്പ, ഈ നിൻ്റെ മാണിക്യമുള്ള തിരുക്കണ്ണുകളുടെയും ഈ തിരുമുഖത്തിൻ്റെയും ഭാഷകളെ മാറ്റി അനുഗ്രഹമുള്ള നിൻ്റെ തിരുമുഖത്തിൻ്റെ സൗന്ദര്യത്തെ എന്നെനിക്ക് കാണാനിടയാവും. എൻ്റെ അപ്പ, എന്നോട് സംസാരിക്കണമേ അപ്പ, എന്നെനിക്ക് നിന്നെ കാണാനാവും. അത്രമാത്രം പാപത്തിൻ്റെ കരകൾ കൊണ്ട് എൻ്റെ കണ്ണുകൾ മൂടപ്പെട്ടിരിക്കുന്നു. അങ്ങയെ ധ്യാനിക്കുമ്പോഴും പോലും എനിക്ക് അങ്ങയെ ദർശിക്കാൻ സാധിക്കാത്ത തരത്തിൽ എൻ്റെ കണ്ണുകൾ മൂടപ്പെട്ടിരിക്കുന്നു. ആത്മീയ അന്ധതയിൽ നിന്ന് എന്നെ ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ അപ്പ എന്നോട് സംസാരിച്ചു. എൻ്റെ മകനെ, എൻ്റെ മകളെ, നീ എന്ന് തയ്യാറാവുന്നുവോ അന്ന്, നീ എന്ന് വില കൊടുത്ത് ജീവിക്കുവാൻ തയ്യാറാകുന്നുവോ അന്ന് എൻ്റെ മുഖഭാഷയും മാറ്റപ്പെടും. എൻ്റെ കണ്ണിലെ സൗന്ദര്യം നിനക്ക് ദർശിക്കാനാവും. എൻ്റെ തിരുമുഖത്തിൻ്റെ ശോഭ നിനക്ക് ദർശിക്കാനാവും. അല്ലെങ്കിൽ പാപത്തിൻ്റെ പാടകൾ കൊണ്ട് അന്ധമായിരിക്കുന്ന നിൻ്റെ കണ്ണുകൾ കൊണ്ട് എന്നെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. നിൻ്റെ സഹോദരങ്ങളെ ദർശിക്കാൻ സാധിക്കുകയില്ല. അവരുടെ കുറ്റങ്ങൾ മാത്രം നീ കാണും. ഒന്നിൻ്റെ ശ്രേഷ്ഠത നീ മനസ്സിലാക്കുകയില്ല. അപ്പ, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു, ഞാൻ എൻ്റെ പാപവഴികളെ ഉപേക്ഷിക്കുവാൻ തയ്യാറാണ്. എന്നെ മുഴുവനായിട്ടും എൻ്റെ ഇഷ്ടങ്ങളൊക്കെയും ഞാൻ അവിടുത്തെ കൈയാളിക്കുന്നു. അവിടുത്തെ തിരുമനസ്സല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ അപ്പ, കാരുണ്യമൂറുന്ന ആ നയനങ്ങളെ ഒന്ന് കാണുവാൻ ഈ ദിവസങ്ങൾ എനിക്കിടയാക്കണമേ. ആ നയനങ്ങളെ ഹൃദയത്തിൽ ആഴത്തിൽ പതിപ്പിച്ചുകൊണ്ട് തിരുസന്നിധിയിൽ പ്രണമിക്കുന്ന എന്നെ കടാക്ഷിക്കണമേ അപ്പ. അണുതാവാർദ്രമായ ഹൃദയം എനിക്ക് തരണമേ അപ്പ. എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകട്ടെ. അതെൻ്റെ പാപക്കറകളെ കഴുകിക്കളയട്ടെ. മഗ്ദലന മറിയത്തെ പോലെ ഞാനും പ്രാർത്ഥിക്കുന്നു, എൻ്റെ കണ്ണുനീര് കൊണ്ട് അവിടുത്തെ പാദങ്ങൾ കഴുകുവാൻ, എൻ്റെ പാപക്കറകളെ കഴുകുവാൻ എന്നെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. അങ്ങയെ അറിയാത്തവർ പോലും അങ്ങയോട് പ്രാർത്ഥിച്ചില്ലേ? ഞാൻ ക്രിസ്തുവിൻ്റെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ
എൻ്റെ കണ്ണീര് കൊണ്ടല്ല, എൻ്റെ ഹൃദയത്തിലെ ചുടുരക്തം കൊണ്ട് ഞാൻ അവിടുത്തെ പാദങ്ങൾ കഴുകുമായിരുന്നു. പക്ഷേ എനിക്കെന്തേ സാധിക്കുന്നില്ല, എനിക്കെന്തേ അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല, എൻ്റെ പാപങ്ങളോർത്ത് പശ്ചാത്തപിക്കുവാൻ സാധിക്കുന്നില്ല. എനിക്ക് എൻ്റെ മേൽ കരുണയായിരിക്കണമേ. തിരുവിലാവിൽ നിന്നുമൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണം എന്നെ എൻ്റെ പൊന്നു കർത്താവേ. അപ്പൻ്റെ ദിവ്യശിരസ്സിനെ ദർശിക്കുവാൻ നമുക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്താം. കർത്താവേ, നിൻ്റെ തിരുത്തലയെ ഞാൻ നോക്കുന്നു. മുൾമുടികൾ കൊണ്ട് തറച്ചിരിക്കുന്ന നിൻ്റെ തിരുശിരസ്സിനെ ഞാൻ കാണുന്നു. എൻ്റെ അഹങ്കാരം, എൻ്റെ അസൂയ എത്രയോ പ്രാവശ്യം നിൻ്റെ തിരുശിരസ്സിനെ നൊമ്പരപ്പെടുത്തിയിരിക്കുന്നു. പ്രിയമുള്ള അപ്പ, സ്നേഹിക്കപ്പെട്ടവരായ അങ്ങയുടെ ജനത്തിന് അങ്ങ് രാജ്യവും രാജാവിൻ്റെ കിരീടവും നൽകി. അതിന് നന്ദി കാട്ടുവാൻ എന്ന വിധം ഇതാ ഈ മുൾമുടിയാണ് നിൻ്റെ തിരുശിരസ്സിൽ ഞങ്ങൾ പതിപ്പിച്ചത്. പ്രിയപ്പെട്ട അപ്പ, അവരെ എന്തിനു ഞാൻ പഴിക്കുന്നു? ഞാൻ തന്നെയാണ് ഈ മുൾക്കിരീടം നിന്നെ അണിയിച്ചത്. അപ്പ, ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു, ഈ മുൾക്കിരീടത്തെ ഈ നിമിഷം അഭിഷേകം നിറഞ്ഞൊഴുകുന്ന ഈ മുൾക്കിരീടത്തെ എൻ്റെ തലയിൽ നീ വയ്ക്കണമേ. എൻ്റെ മരണപര്യന്തം എപ്പോഴും ഇതിനെ ഓർത്ത് ഞാൻ ദുഃഖിക്കട്ടെ. ഓർമ്മയാലെ നിനക്കിഷ്ടമില്ലാത്ത യാതൊരു പാപവും ചെയ്യുവാൻ എനിക്കിടയാവാതിരിക്കട്ടെ. എൻ്റെ വിചാരങ്ങൾ, എൻ്റെ വികാരങ്ങൾ നിർമ്മലമാവട്ടെ. എൻ്റെ അപ്പ, ഞാനിതാ അവിടുത്തെ സാഷ്ടാംഗം പ്രണമിക്കുന്നു. എൻ്റെ മേൽ കരുണയായിരിക്കണമേ. दया करो हे प्रभुव, मेरा पाप क्षमा करो, क्षमा करो हे प्रभुव, मेरा पाप क्षमा करो. പ്രിയപ്പെട്ട അപ്പ, ക്രൂശിതനായ അങ്ങയുടെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. വിശുദ്ധ മറിയം മഗ്ദലനയോട് ചേർന്ന് ഞാനും ആ കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്നു. അപ്പ, എൻ്റെ ശിരസ് ആ തൃപ്പാദത്തോട് ഞാൻ ചേർത്ത് വയ്ക്കുന്നു. എൻ്റെ അപ്പ, അല്ലേ അപ്പ, ഞാൻ ഈ നിമിഷം അങ്ങയുടെ വലതുവശത്തുള്ള കള്ളൻ്റെ കുരിശിലേക്ക് കയറുകയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ പ്രാർത്ഥനയോട് ചേർത്ത് ഞാനും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ പർദീസായിൽ അങ്ങയോടൊപ്പം എന്നെയും ആക്കണമേ. എൻ്റെ ജീവിതാവസാനം വരെയും അങ്ങയുടെ ഹിതം നിർവഹിച്ചുകൊണ്ട് ജീവിക്കുവാൻ, ഒരു അനുഗ്രഹമാകുവാൻ, ഒരു തിരുശേഷിപ്പാകുവാൻ എന്നെ അനുവദിക്കണമേ.
അപ്പ എൻ്റെ ശരീരത്തിലേക്ക് ഈ നിമിഷം അങ്ങയുടെ തിരക്തമൊഴുക്കണമേ. എൻ്റെ ശിരസ് മുതൽ ഉള്ളംകാല് വരെയും അതൊഴുകിയിറങ്ങട്ടെ. എൻ്റെ വികാരങ്ങളെയും വിചാരങ്ങളെയും കർമ്മങ്ങളെയും എൻ്റെ സത്യയുടെ സാരാംശത്തെയും എല്ലാത്തിനെയും അത് പവിത്രീകരിക്കട്ടെ. തിരുവിലാവിൽ നിന്നുമൊഴുകും തിരുച്ചോര തുള്ളിയാൽ കഴുകേണം എന്നെ എൻ്റെ പൊന്നു കർത്താവേ. തിരുവിലാവിൽ നിന്നുമൊഴുകും തിരുച്ചോര തുള്ളിയാൽ കഴുകേണം എന്നെ എൻ്റെ പൊന്നു കർത്താവേ. ഈ കുരിശിൻ ചൂട്ടിലായിരുന്നു കൊണ്ട് നമ്മുടെ സമർപ്പണ ജീവിതത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എൻ്റെ സമൂഹ ജീവിതത്തിൻ്റെ തലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ, വ്രതബദ്ധ ജീവിതത്തിൻ്റെ, പ്രേക്ഷിത ജീവിത തലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എവിടെയാണ് എനിക്ക് അടിപതറുന്നത്? എന്താണ് എന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അവിടത്തോട് ചോദിക്കാം, കണ്ടെത്താം. ഇന്നത്തെ കുമ്പസാരം ഒരു അഭിഷേകമാകാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോടും ചാവറപ്പിതാവിനോടും ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ സഹായിക്കണമേ. നിർമ്മലമായ ഹൃദയത്തോടെ അവിടുത്തെ ഭവനത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ എന്നെ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.